ഹായ് കുട്ടികളെ, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ നമ്മുടെ വർക്ക് എനർജി പവറിലെ അടുത്ത പാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ വർക്ക് എനർജി തിയറം പഠിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഇനി പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് കുറച്ചുകൂടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2023 പ്രോബ്ലമാണ്. എ ബില്ലിയാർഡ് ബോൾ, അറിയാമല്ലോ ബില്ലിയാർഡ് കളിക്കുന്നത്, ഒരു വലിയ കമ്പ് കൊണ്ട് ബോൾ ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്നത്. സോ B1 എന്ന് പറഞ്ഞ ബോൾ മൂവിങ് വിത്ത് എ വെലോസിറ്റി V1, അത് എന്ത് ചെയ്യും? അനദർ ബില്ലിയാർഡ് ബോൾ B2-ന് അത് റെസ്റ്റിലാണ്. അപ്പോൾ ഒരെണ്ണത്തിനെ നമ്മൾ തട്ടുന്നു, അടുത്ത റെസ്റ്റിലിരിക്കുന്നതിലേക്ക് ഇത് പോയി ടച്ച് ആവുന്നു, അത് പോയി ടച്ച് ആവുന്നു. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റീസ് ഓഫ് ദ ടു ബോൾസ്, അല്ലല്ല, ഫസ്റ്റ് ആഫ്റ്റർ ദ കൊളിഷൻ, ഇടിച്ചതിന് ശേഷം B1 ഒരു 60 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്ത് മാറിയിട്ടുണ്ട് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റീസ് ഓഫ് ദ ടു ബോൾ, ആ രണ്ട് ബോളും തമ്മിലുള്ള വെലോസിറ്റി എത്ര പറഞ്ഞു? വെലോസിറ്റീൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ B2-ൻ്റെ സ്പീഡാണ് ചോദിച്ചേക്കുന്നത് കൊളിഷന് ശേഷം. നമുക്ക് നോക്കാം. ആദ്യം ഇതൊരു ബില്ലിയാർഡ് ബോളാണ്, ദാറ്റ് ഈസ് B1. അതിങ്ങനെ മൂവ് ചെയ്ത് വന്നിട്ട് എന്തിലേക്ക് വന്ന് തട്ടുന്നു? അനദർ B2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. ഇതിൻ്റെ V1 നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ലെറ്റ് ഇറ്റ് ബി V1 അല്ലെ V എന്നെടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിൻ്റെ മാസ് സെയിം ആയിരിക്കുമല്ലോ. മാസ് ഈസ് M1, മാസ് M ആണ്. M2-ൻ്റെ മാസും M തന്നെ. ഇതെന്ത് ചെയ്തു? ആഫ്റ്റർ കൊളിഷന് ശേഷം B1 എന്ന് പറഞ്ഞ സാധനം എങ്ങോട്ട് പോയി? B1 നേരെ ഒരു 60 ഡിഗ്രിയിലേക്ക് അങ്ങ് പോയി. ദിസ് ഈസ് B1. അത് 60 ഡിഗ്രി ടു ഹൊറിസോണ്ടലിലേക്ക് പോയി. പിന്നെ B2 അനങ്ങാതിരിക്കുമായിരുന്നു. B2 ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് വെലോസിറ്റി 2 നമ്മൾ 0 എന്ന് കൊടുത്തത്. V2 എങ്ങോട്ട് പോയി? V2 മേക്സ് ആൻ ആംഗിൾ 90 ഡിഗ്രി വിത്ത് ഇനിഷ്യൽ. അപ്പം V2 ഇങ്ങോട്ട് പോയി. ഇതിന്ന് ഒരു 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട്? ഹൊറിസോണ്ടലിൽ 30 ഡിഗ്രി മാറി B2 പോയി. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി നമുക്ക് ഇതൊരു V1 എന്ന് എടുക്കാം. ഇത് 0 ആയതുകൊണ്ട് ഞാൻ എന്തെടുക്കണം? ഒരു V സ്റ്റാർ എന്ന് എടുക്കാം. ഇത് V2, ഇത് B1, B2. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതിൻ്റെ മൊമെൻറ്റം ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് മൊമെൻറ്റം. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം എത്രയായിരിക്കും? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P ഈസ് ഈക്വൽ ടു mv. അപ്പോൾ ഇതിൻ്റെ കേസിൽ മാസ് ഇൻറ്റു ഫസ്റ്റ് മാസ് ഇൻറ്റു വെലോസിറ്റി പ്ലസ് ഇതിൻ്റെ മാസ് M2 M1 M2 ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇക്വേറ്റ് ചെയ്യാം. കാരണം ഹൊറിസോണ്ടലിൽ ഇതിൻ്റെ കമ്പോണൻറ്റ് എത്രയായിരിക്കും? ഹൊറിസോണ്ടലിൽ B1 കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ B1 M ആണെങ്കിൽ M1 V1, അടുത്തുള്ള കമ്പോണൻറ്റ് ഹൊറിസോണ്ടലും ഉണ്ട്, നമുക്ക് വെർട്ടിക്കലും ഉണ്ടല്ലേ. ഇതിൻ്റെ വെർട്ടിക്കൽ താഴേക്കായിരിക്കും, ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും രണ്ട് കമ്പോണൻറ്റ്. കാരണം രണ്ട് ഡയറക്ഷൻ ആകുമ്പോൾ നമുക്ക് എക്സും വൈയും കമ്പോണൻറ്റ് എടുത്തേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻറ്റ് എന്ന് വെച്ചാൽ M1 V1 cos 60, പിന്നെ ഇത് M2 V2 cos 30. അപ്പോൾ ഈ 30 വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഇത് രണ്ടും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 90 എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് 60 എന്ന് പറഞ്ഞു, ഇനിഷ്യലി നിന്ന് 60ലേക്കാണ് പോയത്. സെക്കൻഡ് ഡയറക്റ്റ് 13 തന്നിട്ടില്ല, പകരം തന്നേക്കുന്നത് അത് തമ്മിലുള്ള ആംഗിൾ 90 ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ 90 എന്ന് പറഞ്ഞത് ഇങ്ങനെ ആക്കരുത്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഇങ്ങനെയാണ് രണ്ടും ഉള്ളത്. അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിൽ ബേസിക് ഇൻ എക്സ് ഡയറക്ഷൻ, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഇൻ എക്സ് ഡയറക്ഷൻ, ഓക്കെ, ഇൻ എക്സ് ഡയറക്ഷനിൽ M1 V1 M1 ഇൻറ്റു V നമുക്ക് V ആയിട്ട് എടുക്കാം. ഇവിടെ 0 ആണ്. അടുത്തത് എന്താ? M1 V1 cos 60 പ്ലസ് M2 V2 cos 30. അതാണല്ലോ എക്സ് ഡയറക്ഷനിൽ. അപ്പം നമുക്കറിയാം എല്ലാത്തിൻ്റെയും മാസ്, എല്ലാ ബില്ലിയാർഡ് ബോൾസ് ആകുമ്പോൾ എല്ലാത്തിൻ്റെയും മാസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതങ്ങ് ക്യാൻസൽ ചെയ്യാം. എല്ലാ M ഈസ് ഈക്വൽ ടു M1 ഈസ് ഈക്വൽ ടു M2 ഈസ് ഈക്വൽ ടു M തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ എമ്മും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തുണ്ട്? V ഈസ് ഈക്വൽ ടു V1 cos 60 എത്രയാണ് വരുന്നത്?
ദിസ് ഈസ് അവർ 30, ദിസ് ഈസ് 60 √3 1 2. സോ cos 60 എന്ന് പറയുന്നത് adjacent side by hypotenuse. ഇനി cos 30 എന്ന് പറയുന്നത് √3/2. ഓക്കെ, സോ V1 ഇൻറ്റു cos 60 എത്രയാണ്? 1/2 പ്ലസ് V2 ഇൻറ്റു cos 30 എന്ന് പറയുന്നത് √3/2. അപ്പോൾ ഇത് കിട്ടിയല്ലോ. ഇത് നമ്മുടെ ഒരു ഇക്വേഷൻ. √3/2. പിന്നെ നമുക്ക് എന്തറിയാം? ഇൻ y ഡയറക്ഷനിലെ സിഗ്മ പി ഇൻ y ഡയറക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ y ഡയറക്ഷനിൽ ഒന്നുമില്ല. ദാറ്റ് 0 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ 0 ആണ്. ഫൈനൽ y ഡയറക്ഷനിൽ ഇത് എത്ര വരും? ഇത് മുകളിലേക്കുള്ളതായതുകൊണ്ട് m1 v1 sin 60, ഇതും എഗെയിൻസ്റ്റ് ആംഗിൾ ആയതുകൊണ്ട് m2 v2 sin 30. ഇത് രണ്ടും മനസ്സിലായല്ലോ, ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട്. സോ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമുക്ക് അപ്വേർഡ് പോസിറ്റീവായിട്ട് എടുക്കാം. m1 v1 sin 60 മൈനസ് m2 v2 sin 30. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. m1 v1 sin 60 is equal to m2 v2 sin 30. അപ്പോൾ മാസ് രണ്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. v1 ഇനി sin 60 എത്രയാണ്? sin 60 is equal to 60 അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. പിന്നെ sin 30 എന്ന് പറയുന്നത് sin 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin 60 എന്ന് പറയുന്നത് v1 ഇൻറ്റു √3/2 ഈക്വൽ ടു v2 ഇൻറ്റു 1/2. by2 ക്യാൻസൽ ചെയ്യാം. സോ v1 എന്ന് പറയുന്നത് അല്ലെ v2 തന്നെ എടുക്കാം അല്ലേ. v2 ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു v1. അപ്പം നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം ഏതെങ്കിലും ഒരെണ്ണം. ഞാനിതങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പം ഇനി ഇക്വേഷൻ 1ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ v ഈസ് ഈക്വൽ ടു v1 അങ്ങനെ തന്നെ എഴുതട്ടെ, v1/2 പ്ലസ് v2ന് പകരം √3 v1 ഇൻറ്റു √3/2. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു v1 ഇൻറ്റു 1/2 പ്ലസ് ഈ √3 ഇൻറ്റു √3 എത്രയായി? 3/2. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു v1 ഇൻറ്റു 4/2 അല്ലേ. സോ 2v1 v ഈസ് ഈക്വൽ ടു 2v1. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് v2 ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് v1 എന്ന് പറയാം. v ഈസ് ഈക്വൽ ടു 2v1 കിട്ടി. അതായത് v1 ഈസ് ഈക്വൽ ടു v/2. v ആണ് ഇനിഷ്യൽ വെലോസിറ്റി വന്നിരിക്കുന്നത്, പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് v2 ആണ്. സോ v2 ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എടുക്കാവേ. ഇക്വേഷൻ 2 ബിക്കംസ് v2 എന്ന് പറഞ്ഞാൽ √3v1 നമുക്കറിയാം, √3v1. അപ്പോൾ √3 ഇൻറ്റു v1 എത്രയാണ്? v/2. സോ ഇറ്റ് ഈസ് √3/2v. v2 എന്ന് പറഞ്ഞാൽ √3/2 v. ആൻസർ ഉണ്ടോ എന്ന് നോക്കി ഇതിനകത്ത്. √3/2 v. സോ ആൻസർ ഇ ആണ് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഓർത്താൽ മതി. ഇനീഷ്യലി ഇത് വന്ന് ഇതിലേക്ക് തട്ടി, അപ്പോൾ ഇത് v 0 ആണ്, അതുകൊണ്ട് നമുക്ക് അത് 0 ആയിട്ട് എടുക്കാം. എന്നിട്ട് എക്സ് കോമ്പോണൻ്റ് എല്ലാം ഇക്വേറ്റ് ചെയ്യുക, y കോമ്പോണൻറ്റിൽ ഇക്വേറ്റ് ചെയ്യുക. ഇതിൽ y ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് y നമുക്ക് y ഇവിടുത്തെ കേസ് ഇല്ലാഞ്ഞത്. അപ്പം ഇനീഷ്യലി അത് നമുക്ക് 0 ആയിട്ട് വരും y കോമ്പോണൻറ്റ്. എക്സ് കോമ്പോണൻറ്റിൽ ഇവിടെ ഉണ്ട്, m ഇൻറ്റു v ഉണ്ട്. ഇതിലും വെലോസിറ്റി 0 ആണ്, അത് അനങ്ങാതിരിക്കുന്നതുകൊണ്ടാണ് 0 ആയിട്ട് എടുത്തത്. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 2023 പ്രോബ്ലം ആണ്. ഇതിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. പ്രൊജക്റ്റൈൽ ഈസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രിയിലാണ് അത് ആ പ്രൊജക്റ്റൈൽ മൂവ് ചെയ്തേക്കുന്നത് എബോവ് ദ ഹൊറിസോണ്ടൽ വിത്ത് കൈനറ്റിക് എനർജി. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 40 ജൂൾസ് പറഞ്ഞിട്ടുണ്ട്. ദ കൈനറ്റിക് എനർജി ഓഫ് ദ പ്രൊജക്റ്റൈൽ അറ്റ് ദ ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് ദ ട്രാജക്ടറി. അപ്പോൾ നമ്മളൊരു
ട്രാജക്ടറി വരയ്ക്കുവാണെങ്കിൽ ഒരു ബോൾ ഇങ്ങനെ ട്രാജക്ടറി മോഷനിൽ ഇങ്ങനെ അതിൻ്റെ ട്രാജക്ടറിയാണിത്, പ്രൊജക്റ്റൈൽ മോഷനിൽ പോയിട്ടുണ്ട്. അപ്പം ഇനിഷ്യൽ അതിങ്ങനെ പോകുന്നു. അതിന് ഇനീഷ്യൽ വെലോസിറ്റി യു ആണെന്ന് വിചാരിക്കുക, അല്ലെ വി ആണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലിലെ കൈനറ്റിക് എനർജി ഫസ്റ്റ് കേസിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 40 ജൂൾസ് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ചോദിച്ചേക്കുന്നത് പ്രൊജക്റ്റൈൽ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഇവിടെ അല്ലേ, ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും. കാരണം ഹയസ്റ്റ് പോയിന്റിൽ പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസ് നമുക്കറിയാമല്ലോ, എല്ലായിടത്തും ഈ വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് ആ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. സോ ഇത് വി ആണെങ്കിൽ ദിസ് വിൽ ബി വി കോസ് 60. അപ്പോൾ ഇവിടുത്തെ കേസിലും വി ഇസ് ഈക്വൽ ടു വി കോസ് 60 ആയിരിക്കും. V2 എന്ന് എഴുതാം. ദിസ് വൺ ഈസ് V1. അപ്പോൾ V1 എന്ന് പറയുന്നത് ആയിരിക്കും നമ്മുടെ ഇങ്ങനത്തെ വെലോസിറ്റി. ആ V1 എന്ന് പറയുന്നത് V1 ഈസ് ഈക്വൽ ടു V ആണെങ്കിൽ ദാറ്റ് V2 എന്ന് പറയുന്നത് V കോസ് തീറ്റ ആയിരിക്കും. എല്ലാ കേസിലും അങ്ങനെയായിരിക്കും. കാരണം ഇതിൻ്റെ എവിടുത്തെ വെലോസിറ്റി എടുത്താലും ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് ട്രാജക്ടറി അല്ലെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എവ്രിവെയർ അറ്റ് എവറി പോയിന്റ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഈസ് സെയിം. അപ്പോൾ ഈ കേസിൽ മാത്രം നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇല്ല. കാരണം ഹയസ്റ്റ് പോയിൻ്റാണ്, അതിന് വെലോസിറ്റി സ്ട്രെയിറ്റ് ഇതിന് ടാൻജൻഷ്യലായിട്ട് പോകുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഇറ്റ് സെൽഫ്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ഇവിടുത്തെ നമുക്ക് ഫസ്റ്റ് കൈനറ്റിക് എനർജി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ എന്ന് പറയുന്നത് 40 ജൂൾസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം സെയിം ബോൾ തന്നെ ആയതുകൊണ്ട് mv സെയിം. അപ്പം m1 ഈസ് ഈക്വൽ ടു m2 ഈസ് ഈക്വൽ ടു m തന്നെ ആയിരിക്കും. അപ്പോൾ ഹാഫ് v1 സ്ക്വയർ നമുക്ക് v സ്ക്വയർ എന്ന് എടുക്കാം, ഈക്വൽ ടു ഹാഫ് m v സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നേക്കുന്നത്, 40 ജൂൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ കേസ് 1 ആണ്. ഇനി കൈനറ്റിക് എനർജി അറ്റ് ടോപ്പ് കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയായിരിക്കും, ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2 ഇൻറ്റു ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2. അപ്പോൾ അതിൽ ഹാഫ് അങ്ങനെ തന്നെ വന്നു. m2 എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും, m തന്നെ ആയിരിക്കും. അപ്പോൾ v ബിക്കംസ് ഇവിടുത്തെ v എന്ന് പറയുന്നത് v2 എന്ന് പറയുന്നത് v കോസ് തീറ്റയായി മാറും. അപ്പോൾ m ഇൻറ്റു v ഇൻറ്റു സ്ക്വയർ ഉണ്ട്, v കോസ് തീറ്റ സ്ക്വയർ. അതെങ്ങനെയാണ് വന്നെന്ന് മനസ്സിലായല്ലോ. ഇവിടുത്തെ v ഹാഫ് mv സ്ക്വയർ ആണ്. ഇവിടുത്തെ v എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് വാല്യൂ ഈസ് സെയിം ആസ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിരിക്കും അവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് v കോസ് തീറ്റ ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mv സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ke2 ഇതാണെന്നറിയാം. അപ്പോൾ ഹാഫ് mv സ്ക്വയർ നമുക്ക് എത്രയാണ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, എത്ര 40 ഇൻറ്റു കോസ് തീറ്റ എത്ര നമുക്ക് തന്നിരിക്കുന്നത് 60, കോസ് 60ൻ്റെ സ്ക്വയർ. കോസ് 60 എത്രയാണ് നമുക്കറിയാം, കോസ് 30 √3 1 2 ദിസ് വൺ ഈസ് 60, കോസ് 60 ഈസ് 1/2 അല്ലേ. സോ 40 ഇൻറ്റു 1/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 40 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഈക്വൽ ടു എല്ലാം വെട്ടിപ്പോകുമ്പം 10 ജൂൾസ്. ഓക്കെ, അപ്പോൾ ke2 അല്ലേ നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതൊക്കെ കൈനറ്റിക് എനർജി ഓഫ് ദ പ്രൊജക്റ്റൈൽ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വരുമ്പം ആൻസർ ഈസ് 10 ജൂൾസ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് സെയിം. ഇതിനകത്ത് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൊജക്റ്റൈൽ മോഷൻ പഠിപ്പിച്ചപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എല്ലായിടത്തും എല്ലാ പോയിന്റിലും ട്രാജക്ടറിയിലെ എല്ലാ പോയിന്റും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ v കോസ് തീറ്റ ആയിരിക്കും. ആ സെയിം തന്നെ ആയിരിക്കും എല്ലായിടത്തെയും. സോ ടോപ്പിൽ ഇതേമാതിരി പ്രോബ്ലംസ് മിക്കവാറും വരാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഇതൊരു 2019 പ്രോബ്ലം ആണ്.
ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് പറഞ്ഞേക്കുന്നത് 5 m/s, അണ്ടർഗോസ് ആൻ ആക്സലറേഷൻ ഓഫ് 1 m/s² അറ്റ് ടൈം t0. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതിനൊരു ആക്സലറേഷൻ മൂവ് ചെയ്യുന്നത് 5 m/s സീറോ ടൈമിൽ അതിനൊരു ആക്സലറേഷൻ കിട്ടി, അത് മൂവ് ചെയ്യുവാണ്. അപ്പം അതിൻ്റെ മാസ് 1 kg ഉണ്ട്. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ടൈം t seconds, അതൊരു 5 seconds കഴിയുമ്പോൾ അതിൻ്റെ ആക്സലറേഷൻ, അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എഴുതാം. വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു എത്രയാ 5 m/s തന്നിട്ടുണ്ട്. പിന്നെ ആക്സലറേഷൻ ഈസ് 1 m/s² തന്നിട്ടുണ്ട്. ഇതെല്ലാം ടൈം 0 ആണ്. ഫൈനൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t5 seconds കഴിഞ്ഞിട്ടുള്ള മാസം തന്നിട്ടുണ്ട്. മാസ് എല്ലായിടത്തും സെയിം ആയിരിക്കുമല്ലോ, 1 kg. അപ്പോൾ 5 seconds കഴിഞ്ഞിട്ടുള്ള കൈനറ്റിക് എനർജിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 mv². അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി അല്ല, ഫൈനൽ ആണ്. സോ v ഫൈനൽ. നമുക്ക് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? v ഫൈനൽ മൈനസ് v ഇനിഷ്യൽ ബൈ t. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആക്സലറേഷൻ ഈസ് 1, v ഫൈനൽ നമുക്കറിയത്തില്ല, മൈനസ് v ഇനിഷ്യൽ 5 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ആ ടൈം ട്രാവൽ എത്രയാണ്? 5 seconds. അപ്പോൾ ഇത് വെച്ച് നമുക്ക് v ഫൈനൽ കണ്ടുപിടിക്കാമല്ലോ. ഇത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് 5. അപ്പോൾ വി എഫ് ഇങ്ങോട്ട് മാറ്റുവാണ്. വി എഫ് ഈസ് ഈക്വൽ ടു ഈ ഫൈനെ ഇങ്ങോട്ട് മാറ്റിയാൽ 5 + 5. അപ്പോൾ 10 m/s ആണ് എന്ത്? ഫൈനൽ വെലോസിറ്റി. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ 5 seconds കൊണ്ട് എത്ര വെലോസിറ്റി ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇക്വേറ്റ് ചെയ്തത്. എ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ആ എ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടി. എം നമുക്കറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, എം അറിയാം. ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയല്ലോ. കെ ഫൈനൽ എന്ന് പറയുന്നത് 12 × m എത്രയാണ്? 1 kg അല്ലേ. ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടിയത് 10 ഈക്വൽ ടു 12 × 10² എന്ന് പറഞ്ഞാൽ 100. സോ ഇത് വെട്ടിക്കഴിയുമ്പോൾ 50. സോ ആൻസർ ഈസ് 50 joules. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ട് 50 joules. ഓക്കെ, ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സിമ്പിൾ അല്ലേ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആക്സലറേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ. ആക്സലറേഷൻ ഇസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. സോ ബാക്കി പ്രോബ്ലംസ് നമുക്കിനി കുറച്ചുകൂടെ പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഓക്കെ, ബൈ.